41 ശ്ലോകം. ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ ശമോദമസ്തപഃശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രകർമ്മ സ്വഭാവജം കൃഷിഗൗരക്ഷ്യവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം സ്വേ സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം സഹജം കർമ്മ കൗന്തേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃതാഃ. അസക്തബുദ്ധിഃ സർവത്ര ജിതാത്മാ വിഗതസ്പൃഹഃ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധ മേ സമാസേനൈവ കൗന്തേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. എന്താ വീഡിയോ വരാത്തത്? ഓക്കെ. ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ. അപ്പോൾ ഈ ശ്ലോകം മുതലുള്ള ഈ 3-4 ശ്ലോകങ്ങളായിട്ട് നമുക്ക് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ ശൂദ്രർ എന്ന് പറയുന്നിട്ടുള്ള ഈ ചാതുർവർണ്ണ്യ ആ വിഭജനത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശ്ലോകങ്ങൾ നമുക്ക് കാണാം. അവിടെ ഈ കർമ്മത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകം എന്ന് പറയുന്നത് നമ്മൾ 4-ാം അധ്യായം അല്ലേ, 4-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരം അപി മാം വിദ്യകർത്താരം അവ്യയം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ശ്ലോകത്തിൻ്റെ ഒരു വ്യാഖ്യാനമായിട്ടാണ്, തുടർച്ചയായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 41, 42, 43, 44 തുടങ്ങിയിട്ടുള്ള ശ്ലോകങ്ങളുള്ളത്. അപ്പോൾ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ ഇത്രയും ഭഗവാൻ പറഞ്ഞു വെച്ചു: ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടമാക്കപ്പെട്ടതാണ്. അതെങ്ങനെയാണ്? ഗുണകർമ്മ വിഭാഗശഃ. ഗുണകർമ്മം ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വിഭജിക്കപ്പെട്ടതായിട്ടാണ് ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടമായിരിക്കുന്നത്. തസ്യ കർത്താരമപി, ചാതുർവർണ്ണ്യത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണെങ്കിലും, അപി മാം വിദ്ധി അകർത്താരം അവ്യയം, അവ്യയം അകർത്താരം മാം,
ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ കർത്താവല്ല ഞാനെന്നും ഹേ അർജുന നീ അറിയുക. ഈ ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടമാക്കപ്പെട്ടു, എന്നാൽ അതിൻ്റെ സൃഷ്ടകർത്താവ് ഞാനല്ല. അപ്പോൾ ഇപ്രകാരമാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് സമൂഹത്തിൽ ഈ തരത്തിൽ 4 വിഭാഗങ്ങളുണ്ട് എന്ന് മാത്രമേ അതിനകത്തുനിന്ന് അർത്ഥമാക്കേണ്ടുള്ളൂ. അല്ലാതെ 4 വിഭാഗങ്ങളെ ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നില്ല. അതുകൊണ്ടാണ് അതുവേ എല്ലാ സൃഷ്ടിയുടെയും കാരണം എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ദൃഷ്ടിയിലാണ് തസ്യ കർത്താരം. അതേമാതിരി ഭഗവാൻ സ്വയം ഒരു സൃഷ്ടാവെന്നുള്ള നിലയിലല്ല നിൽക്കുന്നത്. അതിനാലാണ് അകർത്താരം എന്നും പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകൃതി, ഇവിടെ ഈ പ്രകൃതി ആണ് ഇതെല്ലാമായിട്ട് തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ പ്രകൃതിക്കനുസരിച്ചിട്ട് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളായിട്ടാണ് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവിടെ മനുഷ്യ സമൂഹം രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഈ ആശ്രമങ്ങളും ചതുർവർണ്ണങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആശ്രമ വർണ്ണ വ്യവസ്ഥകളെല്ലാം ഇവിടെ രൂപപ്പെട്ടു വന്നു. അപ്പോൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആ ഒരു കാലഘട്ടത്തിലാണ് ഭഗവാൻ ഇവിടെ ഗീതോപദേശം നടത്തുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ കാണാം ഈ ബ്രാഹ്മണർക്ക്, ക്ഷത്രിയർക്ക്, വൈശ്യർക്ക്, ശൂദ്രർക്ക് ഇവർക്ക് എങ്ങനെയാണ് ഈ കർമ്മം ഇവർക്ക് എങ്ങനെയാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബ്രാഹ്മണ ക്ഷത്രിയ വിഷാം ശൂദ്രാണാം. അപ്പോൾ ആദ്യത്തെ 3 വിഭാഗങ്ങളെ, അതുകൊണ്ട് ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, വൈശ്യര് ഈ 3 പേരെയും കൂടെ ഒരു ഗ്രൂപ്പിലും, പിന്നെ ശൂദ്രാണാം, പിന്നെ ശൂദ്രരെ മറ്റൊരു വിഭാഗമായിട്ട് ഇങ്ങനെ ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരായിട്ടുള്ള ഈ വിഭാഗങ്ങളിലെ വൈശ്യർ ഇവരെ ഒരു ഗ്രൂപ്പായിട്ടും, പിന്നെ ശൂദ്രാണാം, ശൂദ്രരെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരെ ഒരു വിഭാഗമായിട്ടും ശൂദ്രരെ മറ്റൊരു വിഭാഗമായിട്ടും. കാരണം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ത്രൈവർണികർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യരാണ്. ഇത് ഉപനയനം ഈ സംസ്കാരത്തിലൂടെ കടന്നുപോയത് കൊണ്ടാണ് അവരെ ഒരു വിഭാഗമായിട്ട് പെടുത്തിയിരിക്കുന്നത്. ബ്രാഹ്മണനും, ക്ഷത്രിയനും, വൈശ്യനും. അതുകൊണ്ട് ദ്വിജൻ എന്ന് പറയുന്നത് ഇവർ 3 പേരെ നമുക്ക് ദ്വിജൻ എന്ന് പറയാം. ദ്വിജൻ രണ്ടാമത് ജനിച്ചവൻ. അതെ, സംസ്കാരത്താൽ എന്നുള്ള ഉപനയനമാണ് അവിടെ ദ്വിജത്വം നൽകുന്നത്. അപ്പം ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണനുമാണ്, ക്ഷത്രിയനുമാണ്, വൈശ്യനുമാണ് എന്നുള്ളത്. പിന്നീട് നമ്മൾക്ക് ഈ ഒരുപാട് ഉപജാതികൾ കാണാം. ദ്വിജത്വം എന്നുള്ള ഒരുപാട് ഉപജാതികൾ ഇവിടെ നമുക്ക് കാണാം. വിശ്വകർമ്മജര്, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. മിക്കവാറും എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഒരുപാട് ആൾക്കാർ ഈ ഉപനയനം നടത്തിയിട്ടുള്ള പല തൊഴിലുകളിൽ ഏർപ്പെടുന്ന, സ്വർണ്ണപ്പണിയിൽ ഏർപ്പെടുന്നവർ, ഇവരെല്ലാവരും ഈ ദ്വിജത്വം എന്ന് പറയുന്നവർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഈ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർ എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ പെടുന്നതായിട്ടാണ് ഗണിക്കേണ്ടത്. പിന്നെ ശൂദ്രാണാം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു വിഭാഗത്തെയും കൂടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ദ്വിജത്വം ലഭിക്കാത്തവർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മനുഷ്യ സമൂഹത്തിൽ 2 വിഭാഗമായിട്ട് തിരിച്ചു. ഒന്ന് ഈ ദ്വിജത്വം ലഭിച്ചവരെന്നും, രണ്ടാമത് ദ്വിജത്വം ലഭിക്കാത്തവർ. അപ്പം ദ്വിജത്വം ലഭിച്ചവരിലാണ് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ഭേദങ്ങൾ കൊടുത്തു. ദ്വിജത്വം ലഭിക്കാത്തവർക്ക് ശൂദ്ര പദവിയും കൊടുത്തു. അപ്പോൾ ഈ ദ്വിജത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് സംസ്കാരത്താൽ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ വേദത്താൽ ലഭിക്കുന്നതാണ്. ശൂദ്രാണാം ച പരന്തപ, അല്ലയോ അർജുന, കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈഹി ഗുണൈഹി. കർമാണി, കർമ്മങ്ങൾ, പ്രവിഭക്താനി, വിഭക്താനി, പ്രവിഭക്താനി, അവയെല്ലാം വേർതിരിക്കപ്പെട്ടു എന്ന്. പ്രവിഭക്തം ചെയ്യുക, അതുകൊണ്ടാണ് നമ്മൾ വിഭക്തി എന്ന് പറയുന്നത്. സംസ്കൃതത്തിൽ ഈ വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേർതിരിക്കുക എന്നുള്ളതാണ്. പ്രഥമ വിഭക്തി, ദ്വിതീയ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള വേർതിരിവുണ്ടല്ലോ, അതൊക്കെയാണ് വിഭജിക്കൽ. ഇതിനെയാണ് വിഭക്തി എന്ന് പറയുന്നത്.
പ്രവിഭക്താനി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, കർമാണി അത് ആ കർമ്മങ്ങൾ അതായത് ബ്രാഹ്മണർക്കുള്ള കർമ്മങ്ങൾ വേറെ എന്നും ക്ഷത്രിയർക്കുള്ള കർമ്മങ്ങൾ വേറെ, വൈശ്യർക്കുള്ള കർമ്മങ്ങൾ വേറെ, പിന്നെ ശൂദ്രർക്കുള്ള കർമ്മങ്ങൾ വേറെ എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി. അത് വേർതിരിക്കപ്പെടാനുള്ള അതിനുള്ള ലോജിക്ക് എന്ന് പറയുന്നത് അത് ഇതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി, സ്വഭാവ പ്രഭവൈഹി, പ്രകൃതി പ്രഭവൈഹി എന്ന്. അപ്പോൾ സ്വഭാവം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രകൃതിയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ആൾക്കാരുടെ സ്വഭാവം അല്ല വെച്ചുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണ വരുത്തും. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ആണ് ഇവിടുത്തെ ഉദ്ദേശിച്ചിരിക്കുന്നത്, സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ച് അന്നേരം ഇപ്പം ബ്രാഹ്മണ സ്വഭാവമാണ്, അതുകൊണ്ട് ഇപ്പം ബ്രാഹ്മണ കർമ്മം, കുറച്ച് കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറി, അതുകൊണ്ട് ഞാനിപ്പം ക്ഷത്രിയ കർമ്മമാണ് ചെയ്യുന്നത്, ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മലയാളത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന സ്വഭാവമായിട്ട് ഇതിനെ ക്യാരക്ടർ എന്നുള്ള അർത്ഥവുമായിട്ട് ഇതിന് ബന്ധമില്ല. സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതി. അപ്പോൾ പ്രകൃതി നമ്മൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രകൃതം അതാണെന്നുള്ള രീതി ആ തരത്തിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. അതുമല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ആ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പേഴ്സണാലിറ്റി, ആ സമയത്ത് അവൻ്റെ ഒരു വ്യക്തിത്വം എന്നൊക്കെയുള്ള അർത്ഥമേ എടുക്കുന്നുള്ളൂ. ആ അർത്ഥവുമല്ല ഇവിടെ എടുത്തിരിക്കുന്നത്. ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഈ ത്രിഗുണങ്ങൾക്ക് കാരണമായ മൂലപ്രകൃതി. അപ്പോൾ ആ പ്രകൃതിയുടെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മൂലപ്രകൃതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇപ്പം സൃഷ്ടി വന്നു കഴിയുമ്പം മൂലപ്രകൃതി അങ്ങനെ തന്നെ നിൽക്കത്തില്ല. അതാണ് ഈ സൃഷ്ടിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം പോയിട്ട് മൂലപ്രകൃതിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യമല്ല. ഇപ്പം നമ്മുടെ മുന്നിൽ നമ്മൾ തുറന്നു വെച്ചിരിക്കുന്ന പുസ്തകമായിട്ടിരിക്കുന്നത് ആ മൂലപ്രകൃതി തന്നെയാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ മൂലപ്രകൃതി ഇതെല്ലാം വിട്ടിട്ട് വേറൊരിടത്ത് പോയിട്ട് രഹസ്യമായിട്ട് ഒളിച്ചിരിപ്പൊന്നുമില്ല. അപ്പോൾ അതാണ് നമുക്ക് പ്രകടമായിട്ട് മുന്നിൽ നിൽക്കുന്നുവോ അത് തന്നെ അവിടെ തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് ഏറ്റവും അവസാനം എത്തിയാൽ എന്തിനെയാണോ അറിയുന്നതും അതും അവിടെ തന്നെയാണ്, ഏറ്റവും മുന്നിൽ തന്നെയാണ് അത് നിൽക്കുന്നതെന്ന് പറയാനുള്ള കാരണം അതാണ്. എന്നാൽ മൂലപ്രകൃതിയും മറ്റൊരിടത്തല്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പ്രകൃതി പ്രഭവൈഹി, അതാണ് ഈ സ്വഭാവ പ്രഭവൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതിയുടെ പ്രഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുക എന്നർത്ഥം. അപ്പോൾ അതെന്താണ്? സത്വരജസ്തമോഭിഹി, അതാണ് ത്രിഗുണൈഹി എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ത്രിഗുണങ്ങളുടെ വിശേഷണമായിട്ടാണ് സ്വഭാവ പ്രഭവൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ ശ്ലോകങ്ങളൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് കളയും. എന്നിട്ട് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് അവനെ ക്ഷത്രിയനാവുന്നത്. അപ്പോൾ അത് കാരണം എല്ലാവർക്കും അതിനുള്ള ഒരു ഇതുണ്ട് എന്നൊക്കെയുള്ള രീതിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതായത് ഈ ത്രിഗുണങ്ങളുടെ വിശേഷണമായിട്ടാണ് സ്വഭാവ പ്രഭവൈഹി എന്ന് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വ്യക്തിയുടെ വിശേഷണമായിട്ടല്ല. അപ്പോൾ ഈ ത്രിഗുണങ്ങൾ, അതുകൊണ്ടാണ് രണ്ടും സ്വഭാവ പ്രഭവൈഹി, അതേ കേസ് എൻഡിങ് തന്നെയാണ് ഗുണൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഗുണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അവിടെ നമ്മൾ കാണണം അവൻ്റെ ഗുണത്തിനനുസരിച്ച്, അവൻ്റെ വിശിഷ്ട ഗുണത്തിനനുസരിച്ച്, അവൻ്റെ ദുർഗുണത്തിനനുസരിച്ച്, ആ ഗുണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ഗുണമല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വരജസ്തമോഭിഹി എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മെറ്റീരിയലാണ്. അവനെ അവനാക്കിയ മെറ്റീരിയൽ, ആ മെറ്റീരിയലിൻ്റെ സ്ഥാനത്താണ് ഗുണങ്ങൾ നിൽക്കുന്നത്. ആ മെറ്റീരിയലിൻ്റെ വിശേഷണമാണ് അതിനെ സ്വഭാവ പ്രഭവൈഹി എന്ന് പറഞ്ഞത്. അതായത് പ്രകൃതിയിൽ നിന്ന് ജനിച്ചതായ പ്രകൃതി വികാരമായിട്ടുള്ള പ്രകൃതിയുടെ ഉത്പന്നമായിട്ടുള്ള ആ തരത്തിലെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ത്രിഗുണങ്ങളാൽ, അതാണ് സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി എന്ന് പറയുന്നത്. ആ ഗുണങ്ങളാൽ സത്വരജസ്തമസ്സുകളാൽ, ഇത്രയേ അർത്ഥമുള്ളൂ. സത്വരജസ്തമസ്സുകളാൽ കർമാണി പ്രവിഭക്താനി. സിമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഗുണങ്ങളാൽ കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടു. ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വരജസ്തമസ്സുകളാകുന്ന ത്രിഗുണങ്ങളാൽ കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടു. ഈ സത്വരജസ്തമസ്സുകൾ എവിടെ നിന്ന് വന്നു? അവ പ്രകൃതിയിൽ നിന്ന്, പ്രകൃതി പ്രഭവൈഹി, അവ പ്രകൃതിയിൽ നിന്നും വന്നതാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? മൂലപ്രകൃതി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ പോകണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ പ്രകൃതിയാണ് നമ്മൾ മെറ്റീരിയൽ എന്ന് പറയുന്നത്, മെറ്റീരിയൽ കോസ് എന്ന് പറയുന്നത്. അപ്പം മെറ്റീരിയൽ കോസ് അതിൻ്റെ തുടർച്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഇവിടെ
ഈ ത്രിഗുണങ്ങളാണ് ഇവൻ്റെ കർമ്മങ്ങൾ വിഭജിച്ചത്. പക്ഷെ ഈ ത്രിഗുണങ്ങൾ കർമ്മങ്ങളെ ഇങ്ങനെ വിഭജിക്കാനുണ്ടായ കാരണം എന്താണ്? പിന്നെ ഓരോരുത്തരുടെയും ഗുണഘടനയിൽ മാറ്റങ്ങൾ എങ്ങനെയാണ് വന്നത്? അതൊക്കെ വേറൊരു വിഷയമായിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഈ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. പുനർജന്മ സിദ്ധാന്തം കർമ്മ സിദ്ധാന്തത്തിൽ ബേസ് ചെയ്തുകൊണ്ടാണ് പുനർജന്മ സിദ്ധാന്തം നിൽക്കുന്നത്. ഈ കർമ്മസിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും നിലനിൽക്കുന്നത് തന്നെ ത്രിഗുണ സിദ്ധാന്തത്തിൻ്റെ ബേസിലാണ്. ത്രിഗുണ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിഗുണങ്ങളാലാണ് ഇവയെല്ലാം തന്നെ സാധ്യമാകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നു. വേണമെങ്കിൽ വേർതിരിച്ച് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ത്രിഗുണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതെല്ലാം സാധ്യമാവത്തുള്ളൂ. കർമ്മങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ബാക്കിയുള്ളതെല്ലാം സാധ്യമാവത്തുള്ളൂ. ഈ കർമ്മങ്ങളും ത്രിഗുണങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പുനർജന്മവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം സാധ്യമാവത്തുള്ളൂ. പുനർജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കണക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രകൃതി അനാദികാല പ്രവൃത്തി അനാദികാലമായിട്ട് ആരംഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ പ്രകൃതി എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അത് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. തുടങ്ങിയിട്ടുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് വിശദീകരിക്കണമെങ്കിൽ പൂർവജന്മ സിദ്ധാന്തം അല്ലെങ്കിൽ പുനർജന്മ സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ വിഭാഗവും കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കർമാണി പ്രവിഭക്താനി. അത് അങ്ങനെ വിഭജിക്കപ്പെട്ടതിനാൽ ആണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർക്ക് കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു ഒന്ന്. രണ്ടാമതായിട്ട് പക്ഷേ ഭഗവാൻ ഈ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ തസ്യ കർത്താരമപി മാം. അപ്പം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന രീതിയിൽ അവിടെ ഗുണകർമ്മ വിഭാഗശഃ ഗുണങ്ങളാലും കർമ്മങ്ങളാലും. അപ്പോൾ ആ ഗുണങ്ങളാൽ എന്ന് പറഞ്ഞ ത്രിഗുണങ്ങളും കർമ്മങ്ങളും. അപ്പോൾ ആ ഗുണങ്ങളാലും കർമ്മങ്ങളാലും ചാതുർവർണ്ണ്യം സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ഭഗവാൻ അവിടെ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് ചാതുർവർണ്ണത്തിലുള്ള ആൾക്കാർക്ക് ഗുണങ്ങളാൽ കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇതിൻ്റെ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. അതായത് ചതുർവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ചതുർവർണ്ണത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഗുണങ്ങളാൽ കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ആ ഗുണങ്ങൾ സത്വരജസ് തമസ്സുകളാകുന്ന ഗുണങ്ങളാൽ കർമ്മങ്ങൾ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പം ഈ കർമ്മങ്ങൾ എന്താണ്, ആ ഗുണങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങൾ. അപ്പോൾ ഇത് രണ്ടും വെച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം. അതായത് ഇനി വരാൻ പോകുന്ന ശ്ലോകത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ചാതുർവർണ്ണ്യത്തിൻ്റെ പ്രസക്തി ഇന്നത്തെ കാലത്ത് എന്താണ്, ഇത് പഴയ കാലത്തിലേക്ക് പറഞ്ഞിരിക്കുന്നതല്ലേ എന്നൊക്കെയുള്ളൊരു സംശയം വരാം. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് ഈ ശ്ലോകങ്ങളിൽ വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ കാണാൻ പറ്റും. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. ബ്രഹ്മകർമ്മ ബ്രാഹ്മണകർമ്മ. അപ്പം ബ്രഹ്മകർമ്മ സ്വഭാവജം, സ്വഭാവത്തിൽ നിന്ന് ജനിച്ചത്. ഇപ്പോൾ സ്വഭാവത്തിൽ നിന്ന് ജനിച്ചത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നമുക്കൊരു സ്വഭാവം കാണാം. ഇവിടെ സ്വഭാവ പ്രഭവൈർ ഗുണൈഹി എന്ന് പറഞ്ഞിടത്ത് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വഭാവം എന്താ? സ്വഭാവ പ്രഭവൈഹി ഗുണൈഹി എന്ന് പറഞ്ഞിരിക്കുന്ന ആ സ്വഭാവജം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിജം എന്ന് തന്നെ അർത്ഥം. പ്രകൃതിയിൽ നിന്ന് ജനിച്ചിട്ടുള്ളതായിട്ടുള്ള. അപ്പം അത് ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച്ച. ഇപ്പം ഒന്നാമത്തേത് ശമ, രണ്ടാമത്തേത് ദമ. ശമഃ ദമഃ ച യഥാ വ്യാഖ്യാതാർത്ഥൗ. ശമവും ദമവും നമ്മൾ വ്യാഖ്യാനിച്ചതാണെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനിപ്പം വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല എന്ന്. ശമവും ദമവും മനോനിഗ്രഹവും ഇന്ദ്രിയ നിഗ്രഹവുമായിട്ടുള്ള വിഷയങ്ങളാണ്. ശമോദമ തപശൗചം. പിന്നത്തേത് തപസ്. തപഃ യഥോക്തം ശരീരാദി എന്ന് ഭാഷ്യത്തിൽ. അപ്പോൾ യഥോക്തം ശരീരാദി, അത് ശരീര സംബന്ധമായിട്ടുള്ള തപസ്, ഇന്ദ്രിയ സംബന്ധമായിട്ടൊക്കെയുള്ള തപസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ അങ്ങനെ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ
പിന്നെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം തുടങ്ങിയിട്ടുള്ളത്. അതായത് ഈ തപസ് പിന്നെ ഭോഗ ഭോഗ ജീവിതം ഇങ്ങനെ പറഞ്ഞിട്ടുള്ള രണ്ടാണ് ഇതിരിക്കുന്നത്. ഒന്നുകിൽ തപസ്യായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഈ ഈ വിഷയഭോഗിയായിട്ട് ജീവിക്കുക. ഈ പറഞ്ഞ രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് തപോമയമായ ജീവിതം എന്ന് പറയുമ്പം വളരെ കൃത്യനിഷ്ഠതയൊക്കെ അവിടെ കാണും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അപ്രകാരമുള്ള കൃത്യനിഷ്ഠയൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഈ തപസ്സും ഇവിടെ ബ്രഹ്മകർമ്മ സ്വഭാവജം, പ്രകൃതി സത്വഗുണത്താൽ, അതാണ് സ്വഭാവജം എന്ന് പറഞ്ഞിരിക്കുന്നത്, സത്വഗുണം. അപ്പോൾ സ്വഭാവജം എന്ന് പറയുമ്പോൾ തന്നെ സത്വഗുണമായി. കാരണം ഇത് ബ്രഹ്മകർമ്മവുമായിട്ട് ബ്രഹ്മ എന്ന് പറയുന്നത് ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സ്വഭാവജം എന്ന് പറഞ്ഞിരിക്കുന്ന സത്വഗുണം സത്വഗുണത്താൽ എന്ന്. സ്വഭാവജം എന്ന് പറയുമ്പോൾ നമുക്ക് സത്വഗുണമാണ്. സ്വഭാവജം എന്ന് പറഞ്ഞിരിക്കുന്ന സത്വഗുണമാകിയാൽ ഇവിടെ തത്വഗുണത്താൽ എന്ന് നമ്മൾ എടുക്കണം. സത്വഗുണത്താൽ ബ്രഹ്മകർമ്മം ഏതൊക്കെയാണ്? ശമോദമസ്തപ, പിന്നെ ശൗചം. ശൗചം വ്യാഖ്യാതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശൗചം മുമ്പ് തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് ഇന്ദ്രിയ മനസ്സ് തപസ് കൊണ്ട് മനസ്സിൻ്റെ ശുദ്ധി, ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പല മേഖലകളിലായിട്ട് വ്യാപിച്ചെടുക്കുന്നതാണ് ശൗചം. പിന്നെ ക്ഷാന്തിയുടെ അർത്ഥം കൊടുത്തിരിക്കുകയാണ് ക്ഷമ. ശാന്തി ആർജവം ഋജുത, അതാണ് സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ് എന്ന് പറയുന്നത്. ആർജവം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് വക്രതയില്ലായ്മ, അതാണ് ആർജവം എന്ന് പറയുന്നത്. ഒരു ബ്രാഹ്മണൻ്റെ ഗുണങ്ങൾ, ഇപ്പം ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഗുണങ്ങളാണല്ലോ പറഞ്ഞത്. എവിടെയാണ് ഇവിടെ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിലൊരു ഇതിനെയൊക്കെ നമുക്ക് അപ്രോച്ചെന്നും ആറ്റിറ്റ്യൂഡെന്നൊന്നും അല്ല പറയേണ്ടത്. ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിന്നും കർമ്മമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ പറയുന്നത്? കർമ്മം എന്ന് പറഞ്ഞു കഴിയുമ്പം പാഠനം എന്ന് പറയുന്നതിനകത്ത് പഠനം ഒരു കർമ്മം എന്ന് പറയാനും പറ്റത്തില്ല. പാഠനം എന്ന് പറയുന്നത് പിന്നെയും വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ യാചനം, അത് യജ്ഞം ചെയ്യൽ, പിന്നെ യജ്ഞം ചെയ്യിപ്പിക്കൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പം കർമ്മം എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ശമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച, ഇവയെല്ലാം കർമ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം, പിന്നെ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനമാണ്. ജ്ഞാനം എന്താ അർത്ഥം? ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം അസ്ഥിഭാവ. അപ്പം ജ്ഞാനത്തിനും വിജ്ഞാനത്തിനും അർത്ഥമൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കും പ്രത്യേകിച്ച് ജ്ഞാനവും വിജ്ഞാനവും എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആസ്തിക്യം എന്താ? അസ്ഥിഭാവ ശ്രദ്ധദാനത ആഗമാർത്ഥേഷു, അതാണ് ആസ്തിക്യം എന്ന് പറഞ്ഞത്. ആസ്തിക്യം എന്നിവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥമാണ് ആസ്തിക്യഭാവം. അപ്പോൾ ഒന്നുകിൽ ശ്രദ്ധ എന്ന് പറയാം, അല്ലെങ്കിൽ ആസ്തിക്യഭാവം എന്ന് പറയാം. രണ്ടും ഒരേ അർത്ഥം തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ആസ്തിക്യഭാവത്തിന് ശ്രദ്ധ എന്നർത്ഥം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിനെന്താ അർത്ഥം? ആഗമാർത്ഥേഷു ശ്രദ്ധദാനത എന്ന്. ആഗമാർത്ഥേഷു എന്ന് പറഞ്ഞിരിക്കുന്നത് ആഗമം വേദമാണ്. അപ്പം വേദാർത്ഥത്തിൽ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ, അപ്പം വേദവിഷയത്തിൽ ശ്രദ്ധ. ഈ നമ്മൾ പറയല്ലോ പുനർജന്മം, അതായത് പരലോകം, പിന്നെ അതായത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ വിശ്വാസ, ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ എന്നാണ് ജനറലായിട്ട് ശ്രദ്ധയ്ക്ക് പറയുന്നത്. അതിൻ്റെ അർത്ഥം ആഗമാർത്ഥേഷു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ആഗമാർത്ഥേഷു, അത് ഈ വേദാന്തം പറയുമ്പോഴാണ് ഗുരു വേദാന്ത വാക്യേഷു എന്ന് പറയുന്നത്. അല്ലാതെ വേദത്തിൽ തന്നെ ആ വിശ്വാസം, അതാണ് ശ്രദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വൈദികന് വേദാന്തി ആവണമെന്നില്ല ഒരു വൈദികനാവാൻ. അപ്പം ഈ വേദാന്തിയും വൈദികനാണ്, വേദാന്തമില്ലാതെയും വൈദികനാവാം. ഇത് രണ്ടും കൊണ്ട് നമ്മൾ ആ കാര്യം കൊണ്ട് നമ്മൾ വേർതിരിച്ചറിയണം. അപ്പോൾ ഗ്രഹസ്ഥനായ വേദാന്തിയുമാവാം, അല്ലെങ്കിൽ ഗാർഹസ്ഥ്യമില്ലാത്തതായിട്ടുള്ള വേദാന്തിയുമാവാം. പിന്നെ ഈ വേദാന്തിക്ക് വേറെ പ്രത്യേകതയുണ്ട്. വൈദികനായ വേദാന്തിയും അവൈദികനായ വേദാന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വേർതിരിക്കാൻ പറ്റുമെന്ന് വേറൊരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വൈദികനായിട്ടാണ് വേദാന്തി നിൽക്കുന്നത്. ഒരിക്കലും വേദാന്തിക്ക് അവൈദികനാകാൻ സാധ്യമാകുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപനയനാദി കർമ്മങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ്? അങ്ങനത്തെ ധാരാളം ആൾക്കാർ വേദാന്തം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ അവൈദികരാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണണം, അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ആ ഒരു വൈദികത്വം അവൈദികത്വം എന്ന് പറയുന്നത്, അതിന് പ്രാധാന്യം ആ ഒരു കർമ്മത്തിൻ്റെ മേഖലയിൽ ഉണ്ടായിരുന്നത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ശരിക്കും അതിനേക്കാളും ഉപരിയായിട്ട് ഈ
ഗുരുവേദാന്ത വാക്യാദിഷു വിശ്വാസ എന്നതുപോലെ വേദേഷു വേദേ വിഷയെ വിശ്വാസ എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധ വന്നു കഴിയുമ്പോഴത്തേക്ക് ആസ്തികൻ എന്ന് പറയുന്നതും വന്നു. ആ തരത്തിൽ നമുക്കിവിടെ അർത്ഥം എടുക്കാം. അതായത് വേദാന്തത്തിൽ വിശ്വാസത്തോടു കൂടിയിട്ടുള്ള വൈദികർ, അങ്ങനെയും നമുക്ക് വൈദികർ എന്ന് പറയുന്നത് കണ്ടെത്താം. കാരണം അവിടെ എന്താ, ശ്രദ്ധ എന്നുള്ളത് മാത്രം എടുത്താൽ മതി. ശ്രദ്ധ ആസ്തിക്യ ബുദ്ധിയാണ്. ആസ്തിക്യ ബുദ്ധി എന്ന് പറയുന്നത് ആഗമേഷു ആസ്തിക്യ ബുദ്ധി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആഗമാർത്ഥേഷു എന്നെടുത്തും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ പരമ്പരാഗതമായിട്ട് ഉപനയനം നടത്തിയിട്ടുള്ളവർക്ക് മാത്രമാണ് ശ്രദ്ധ, അല്ലെങ്കിൽ അവരെ മാത്രമാണ് ആസ്തികരെന്ന് പറയുന്നത് ഒരു സ്റ്റൈല്. അത് ഒരു ട്രഡീഷണലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതങ്ങനെ തന്നെ പോട്ടെ, അതിനകത്ത് ഇളക്കമൊന്നും അതിനകത്ത് യാതൊരു വിധത്തിലുള്ള അതിനകത്ത് ഏറ്റക്കുറച്ചിലൊന്നും വരുത്തണ്ട. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കെ നമുക്ക് വേദവിഷയത്തിലെ വേദാന്തത്തിലെ ഒക്കെ താല്പര്യം രൂപപ്പെട്ടുകൊണ്ട് അത് പഠിച്ചിട്ട് അതിന് മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതേമാതിരി ശ്രദ്ധ എന്ന് പറയുന്നതുകൊണ്ട് ആ ശ്രദ്ധയുള്ളതിനാൽ ശ്രദ്ധയ്ക്കുള്ള അർത്ഥമാണ് ആസ്തിക്യ ബുദ്ധി എന്ന് പറയുന്നത്. ആഗമാർത്ഥേഷു ആസ്തിക്യ ബുദ്ധി എന്നുള്ളത് അവർക്കും വന്നു. ആസ്തിക്യ ബുദ്ധി ഉള്ളവൻ ആസ്തികൻ എന്ന് പറയുന്നു. അപ്പോൾ ആസ്തികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വൈദികൻ അർത്ഥമെടുത്തു. കാരണം രണ്ടു തരം വിഭാഗം ആൾക്കാരേ ഉള്ളൂ, ഒന്ന് നാസ്തികൻ, രണ്ട് ആസ്തികൻ. അപ്പോൾ ഇവർ ആസ്തികൻ എന്നുള്ള വിഭാഗത്തിലേക്ക് തന്നെ വിട്ടു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു വരുന്നു. അതായത് നമ്മൾ കടുംപിടുത്തം പിടിക്കേണ്ട, ഉപനയനം നടത്തിയാലേ വേദാന്തി ആവത്തുള്ളൂ, അങ്ങനെ കടുംപിടുത്തം പഠിക്കേണ്ട. അതായത് ഭഗവാനെ ആശ്രയിക്കുമ്പോൾ വേദാന്തിയായി. ഇതൊക്കെയാണ് ഇപ്പം ഭഗവാനെ എന്ന് പറഞ്ഞു കഴിയുമ്പം വേദാന്തം എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്ത് തന്നെ പഠിക്കണമെന്നില്ല. ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഭാഗവതമാണെന്നുണ്ടെങ്കിൽ തന്നെ ആസ്തികനായി, അതൊരു ഭക്തനായി കഴിയുമ്പോൾ തന്നെ ആസ്തികനായി. അതുകൊണ്ടാണ് ശബ്ദബ്രഹ്മാതിവർത്തത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ലോകത്തെ തന്നെ അതിക്രമിച്ച് നിൽക്കുന്ന ഭക്തന്, അല്ലെങ്കിൽ ശബ്ദബ്രഹ്മത്തെ തന്നെ അതിക്രമിച്ച് നിൽക്കുന്ന ഭക്തന്, പിന്നെ ഭഗവാൻ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, അവന് ത്രിഗുണമയമായിട്ടുള്ള ഈ വേദത്തെ തന്നെ അവൻ അതിക്രമിക്കുന്നു. ഭഗവാൻ തന്നെ മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന ഒന്നാണ്. ഇതുണ്ടല്ലോ, സർവത സംപ്ലുതോതകേ യാവാൻ എന്ന് പറഞ്ഞ യാവാൻ അർത്ഥേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ, ഇങ്ങനെയൊക്കെയുള്ളിടത്താണെങ്കിൽ 3 വേദങ്ങളെ അതിക്രമിച്ചു പോകുന്നവനെ കുറിച്ച് തന്നെ പറയുന്നു. അപ്പം ഭഗവാനും അതിനകത്തൊരു വൈദികനായിട്ട് ഇവിടെ ഈ കടുംപിടുത്തം പിടിച്ചുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ ഞാൻ ക്ഷത്രിയനാണ്, അല്ലെങ്കിൽ ഞാൻ വൈശ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് കടുംപിടുത്തം പിടിച്ച് അതിൽ നിൽക്കുന്ന കാര്യത്തിനകത്ത് ഭഗവാനും വലിയ താല്പര്യമൊന്നുമുള്ള വിഷയമല്ല. പക്ഷേ അതുകൊണ്ട് ഭഗവാൻ അതിനെ നിഷേധിക്കുന്നുമില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും കൊണ്ട് പോകട്ടെ. പക്ഷെ അതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ മുഴുവൻ നിന്ദയോട് നോക്കുന്നത് വേണ്ട എന്നുള്ളതാണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ബ്രാഹ്മണാഭിമാനം, ക്ഷത്രിയാഭിമാനം, വൈശ്യാഭിമാനം ഇതിനകത്ത് വെച്ചുകൊണ്ട് മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ പിന്നെ ശൂദ്രരായി. അപ്പോൾ അവരെ നിന്ദിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവണത ഏതെങ്കിലും കാലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിപ്പോയി എന്നുള്ളത്. അത് ഈ ഭഗവത്ഗീതയുടെ സാരത്തിലോ പെടുന്നില്ല, അത് വൈദിക സംസ്കാരത്തിൻ്റെ ഭാഗത്തിലും പെടുന്നതല്ല, ഇത് വേദത്തിൽ അങ്ങനെയുള്ള ഒരിടത്തും പറയുന്നതല്ല. അത് ഇതിനകത്തേക്ക് കലർന്ന് വന്നതോടു കൂടിയിട്ടാണ് ആ പ്രശ്നമുണ്ടായത് എന്നു മാത്രമല്ല, അങ്ങനെ വരരുത് എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ശ്ലോകം വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പം ബ്രാഹ്മണരുടെ ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം, ഇപ്പം ബ്രാഹ്മണർക്ക് ഇപ്പോൾ എന്താണുള്ളത്, കർമ്മം എന്ന് പറയുന്നത്, പിന്നെ ജ്ഞാനമായി, പിന്നെ വിജ്ഞാനമായി, പിന്നെ ആസ്തിക്യമായി. ഇതെല്ലാം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്ന് പറയുന്നത്. അപ്പം ചുരുക്കത്തിൽ ഇവിടെ കർമ്മം നമുക്കൊന്നും കാണുന്നില്ല. നമ്മൾ എന്തിനെയാണ് ജ്ഞാനം, അതൊരു കർമ്മമല്ലല്ലോ. വിജ്ഞാനം എന്ത് കർമ്മം? ശമം, ദമം, ശൗചം, ശാന്തി, ആർജവം, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് കർമ്മം? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹം എന്തിനാണ് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കർമ്മം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഉടൻ തന്നെ തൂമ്പ എടുത്തുകൊണ്ട് വെള്ളിലോട്ടിറങ്ങുന്നത് കർമ്മവും ബാക്കിയുള്ളത് ഇന്ദ്രിയ നിഗ്രഹം ചെയ്തിരിക്കുന്നത് ആ കർമ്മവും ഈ അർത്ഥത്തിലേക്കൊന്നും എടുക്കണ്ട. ഇവിടുത്തെ കർമ്മം എന്ന് പറയുമ്പോൾ എൻഗേജ്ഡ് എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കണം. അതായത് ഒരുവൻ എന്തിൽ വ്യാപൃതനായിരിക്കുന്നു, എന്തിലാണ് വ്യാപൃതനായിരിക്കുന്നത്? അവൻ തപസ്സിലാണ് വ്യാപൃതനായിരിക്കുന്നത്, ജ്ഞാനത്തിലാണ് വ്യാപൃതനായിരിക്കുന്നത്, വിജ്ഞാനത്തിലാണ്, ദമയിലാണ്. ഇതേമാതിരിയുള്ള ഗുണങ്ങൾ നിരവധിയുണ്ട്. ഇതിപ്പം ഭഗവാൻ കുറച്ചെണ്ണം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പം ശമോ ദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം, ഇവയെല്ലാം ബ്രഹ്മകർമ്മ, ഇവയെല്ലാം എന്ത്
സ്വഭാവജം ബ്രഹ്മകർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ജാതേഹേ കർമ്മ എന്ന്. അപ്പോൾ ഇവിടെ നമുക്കൊരു വാക്ക് കാണാം, ബ്രാഹ്മണ ജാതേഹേ. അപ്പോൾ ജാതി എന്ന് കാണാം. ഈ ജാതി എന്ന് പറയുന്നതും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയൊരു വാക്കാണ്. സംസ്കൃതത്തിൽ, ന്യായശാസ്ത്രങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഇതിനകത്ത് ഒരുപാട് വാക്കുകൾ നമ്മൾ അർത്ഥം തെറ്റിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാക്കാണ് ജാതി എന്ന് പറയുന്നത്. അപ്പോൾ ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മറ്റൊരു അർത്ഥവുമില്ല. അതായത് ഒരു വ്യക്തി എന്നും ജാതി എന്നും പറഞ്ഞിട്ടാണ്. ഒരു ഗ്രൂപ്പ് എന്ന് മാത്രമേ ജാതിക്ക് അർത്ഥമുള്ളൂ, ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് കാണാം, നമുക്ക് ഒരുപാട് സംഘടനകളുണ്ടല്ലോ. ഓരോ സംഘടനകളും ഈ അർത്ഥത്തിൽ ജാതി എന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെയാണ് വിടുന്നത്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഈ വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷങ്ങളിൽ തന്നെയാണെങ്കിൽ ഓരോ ജാതി. ഇപ്പം നമുക്ക് ഈ ബൊട്ടാണിക്കൽ നെയിമൊക്കെ കൊടുത്തുകൊണ്ട് ഓരോ വിഭാഗത്തിൽപ്പെടുത്തുമല്ലോ. അപ്പോൾ അവരവിടെ ജാതി പേരാണ് കൊടുക്കുന്നത്, ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാത്തിനും ഉണ്ട്. ഇപ്പം ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജീവജാലങ്ങളെ മുഴുവനും കൂടെ പല ജാതിയായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ഈ മാമൽസ്, പിന്നെ എന്തൊക്കെയായിരുന്നു, റെപ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ജാതികളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. മുട്ടയിടുന്നവ അങ്ങനെ ഉണ്ടല്ലോ. ഇത് ജരായുജം, പിന്നെ ഈ മുട്ടയിടുന്നവ, അണ്ടജം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേർതിരിക്കുന്നത്. അല്ലെങ്കിൽ പക്ഷിജാതി, പക്ഷി സമൂഹം എന്നുള്ള അർത്ഥം. ഇപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഗ്രൂപ്പ് എന്നർത്ഥം മാത്രമേ ഉള്ളൂ ജാതി എന്നുള്ളത്. ഇതും നമ്മൾ ഒരുപാട് തെറ്റിദ്ധരിച്ചതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം എന്തോ ആക്കി മാറ്റി. അതുകൊണ്ടാണ് ഈ സമൂഹത്തിലെ നയിക്കുന്നവർ വേണ്ട വിധത്തിൽ അറിവില്ലാണ്ട് നയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഈ വാക്കുകളെല്ലാം നമുക്ക് മറ്റു തരത്തിലേക്ക് ആക്കി മാറ്റുന്നത്. ആൾക്കാർക്ക് ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് തന്നെയല്ലേ എല്ലാ കാലത്തും ആൾക്കാരുണ്ടായിരുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്ത് മോശം ആൾക്കാരും പണ്ടത്തെ ആൾക്കാരും നല്ലവരൊന്നും എന്നുള്ളതല്ല. എല്ലാ കാലത്തും ആൾക്കാർ ഇതേപോലൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവരവരാൽ കഴിയുന്ന രീതിയിൽ അവർ സമൂഹത്തിന് സംഭാവന നൽകുന്നു. ഈ സംഭാവന ആണ് നൽകുന്നതെന്ന് അവർ വിചാരിക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ അത് ചിലപ്പം ദ്രോഹമായിട്ടും മാറാം എന്നുള്ളത്. ഇന്നത്തെ കാലത്തും ഒരുപാട് ആൾക്കാർ സമൂഹത്തിന് ഞങ്ങൾ വലിയ സംഭാവന ചെയ്യുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും അത് മുഴുവൻ മഹാദ്രോഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് ആൾക്കാർ പറഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന വേറൊരു കാലം വരും. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. നമുക്ക് അതിനകത്തൊന്നും മാറ്റം വരുത്താൻ പറ്റത്തില്ല. അപ്പം ചുരുക്കത്തിൽ ഇപ്പോൾ എന്താ നമുക്ക് മനസ്സിലായത്? അതായത് ഒരാൾ എന്തിനാണോ വ്യാപൃതനായിരിക്കുന്നത് അതിനെയാണ് ഇവിടെ ഇപ്പം കർമ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ട്രഡീഷണലായിട്ട് നമ്മളിപ്പം കുറച്ച് കാണുന്ന കടമുണ്ടാക്കൽ, അല്ലെങ്കിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കൽ, അതിനൊന്നും ഇവിടെ ഇപ്പം കർമ്മം എന്നുള്ള ആ വിഭാഗത്തിലേക്ക് പെടുത്തിയിട്ടില്ല. അപ്പോൾ അടുത്തതും കൂടെ നമുക്ക് നോക്കാം. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രകർമ്മ സ്വഭാവജം. അപ്പം ബ്രാഹ്മണര്, പിന്നെ ക്ഷത്രിയ, പിന്നെ ഇതിന് നമ്മൾ ഈ പുരുഷ സൂക്തം കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് വളരെയധികം നമ്മൾ ആ ഒരു വിഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്കൊന്നും ഇപ്പം കടക്കേണ്ടതായില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയങ്ങളാണ്. ഇവിടെ ഇപ്പം ഇതൊരു വേറൊരു തരത്തിൽ കൂടെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പം ശൗര്യം, ശൂരത, അതാണ് ശൗര്യം. തേജസ് എന്ന് പറയുന്ന പ്രാഗൽഭ്യത്തിനാണ് തേജസ്. ധൃതിർദാക്ഷ്യം, ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ധൃതിയെക്കുറിച്ചും കണ്ടതാണല്ലോ. ധൃതി, ധാരണം, സർവാവസ്ഥാസു അനവസാദോ ഭവതി, അതാണ് ധൃതി എന്ന് പറയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഒരു നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ധൃതി എന്ന് പറയുന്നത് വേണമെന്നുള്ളതാണ്. അതായത് ഈ ഇമോഷണലായിട്ട് ഔട്ട് ബസ്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ മുഖം ചുമക്കുകയും വിയർക്കുകയും, നമ്മൾ പറയുന്നത് ഈ മുഖം കോക്രച്ച് കാണിക്കും, ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ, ഇങ്ങനെ വക്രത മുഖത്ത് ഇങ്ങനെ കാണിക്കുക, അല്ല ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ മുഖം തിരിച്ച് കാണിക്കുക. ഇതൊന്നും ഒരു നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ലക്ഷണമല്ല എന്നുള്ള. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെയാണ് അതായത് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ കേട്ട് കഴിയുമ്പോഴും അത് അതിനെയാണ് പ്രൊഫഷണൽ നമ്മൾ പറയുന്നത്. പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇമോഷണലിന് വിധേയമായിട്ട് ഒരിക്കലും പ്രതികരിക്കാൻ പാടില്ല.
നമുക്കറിയാം ഈ പട്ടാളക്കാരും പോലീസുകാരും എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇമോഷണൽ ആവാൻ പാടില്ല, ഹൈലി പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് പറയുന്ന കാര്യം അത്. ആൾക്കാർ ഇങ്ങനെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് എന്നാൽ തല്ലട എന്നെ തല്ലട എന്ന് പറഞ്ഞ് ഇങ്ങനെ കൈയും കൊണ്ട് കുത്തിക്കൊണ്ടൊക്കെ ഇരിക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉന്തി മാറ്റും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മളെ ഉന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇമോഷണൽ ആവുന്നു. അല്ലെങ്കിൽ അതുപോലത്തെ പറച്ചിലുകളാണ് പറയുന്നത്. മുദ്രാവാക്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നതെങ്കിലും അവയും ഈ മുദ്രാവാക്യം തമ്മിൽ ബന്ധമൊന്നുമില്ല. അവയൊക്കെ എന്താണ് ഈ ചില സിനിമകളിൽ വരുന്ന ഡയലോഗ്, ഏതൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, എന്തോ ഒരു പേര് ഇവിടെ ഫേമസ് ആയിരുന്നു. അപ്പോൾ ഇതേമാതിരിയുള്ള ഈ ഓരോ ചീത്ത പ്രയോഗങ്ങളും തെറിവിളികൾ എന്നൊക്കെ പറയുന്നതൊക്കെയാണ്. ഇതൊന്ന് ഇങ്ങനെയുള്ള ന്യൂസ് കാണിക്കുമ്പം തന്നെ ഈ 18 ഇയേഴ്സിന് പ്ലസ് ഇട്ട് കാണിക്കേണ്ടതായിട്ടുള്ള ഭാഷാപ്രയോഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതായത് അടിയും ചോര കാണിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് അഡൾട്ട്സ് ഒൺലിയുടെ വിഭാഗത്തിലാണ് സാധാരണഗതി പെടുത്തുക. അല്ലാതെ നമ്മൾ ഈ സെക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അഡൾട്ട്സ് ഒൺലി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭാഷാപ്രയോഗങ്ങളൊക്കെയുള്ള തരത്തിൽ മുന്നിൽ നിന്ന് നടത്തിയാലും അവർ പ്രൊഫഷണലാണ്, അവർ ശാന്തമായിട്ട് കേൾക്കണം. അതായത് ആ ഒരു വ്യക്തി സ്പോണ്ടേനിയസ് ആയിട്ട് സ്വതന്ത്രമായിട്ട് പെരുമാറാൻ പാടില്ല. പകരം അവർ ഒരു ഉത്തരവിനനുസരിച്ച് മാത്രമേ, ഫയറെന്നോ ചാർജെന്നോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കാതെ, അതുകൊണ്ട് അല്ലാതെ ഇതിനകത്ത് ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരെ തല്ലാതെ ബാക്കിയുള്ളവരെ തല്ലുക അങ്ങനെയൊന്നുമില്ല. മുന്നിൽ നിൽക്കുന്ന ആളിൻ്റെ മുഖം നോക്കാതെ പ്രയോഗിക്കും. ഇതൊക്കെയാണ് പ്രൊഫഷണലിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതാണ് ഇവിടുത്തെ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മളിതിനകത്ത് ഈ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ധൃതി വളരെ ധൃതി നമ്മളത് മലയാളത്തിൽ എന്താ ധൃതിയാക്കി കളഞ്ഞല്ലേ, എന്ന് പറഞ്ഞ വേഗത എന്ന് പറയുന്നുള്ള അർത്ഥത്തിലാക്കി. അപ്പോൾ അതല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടുത്തെ ധാരണാശേഷി. അപ്പോൾ ശൗര്യം തേജോ ധൃതിർ ദാക്ഷ്യം. ദാക്ഷ്യം ദക്ഷത്വമാണ് ദാക്ഷ്യം. ദക്ഷസ്യ ഭാവ. ദാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാഗൽഭ്യം, കാര്യങ്ങൾ ചെയ്യാനുള്ള സാമർഥ്യമാണ് ദാക്ഷ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം റിസോഴ്സ് കൊടുത്തിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാക്ഷ്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതും മേടിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ചെയ്യാമെന്നുള്ള പറച്ചിലുകൾ മാത്രമേ അവർക്കുണ്ടാവത്തുള്ളൂ, പക്ഷേ അതിന് സാമർഥ്യമില്ല. അപ്പോൾ സാമർഥ്യമുള്ള ആളുടെ അടുത്ത് നമ്മളിപ്പം ഇതിനുള്ള റിസോഴ്സ് സമ്പത്ത് കൊടുക്കാതെ തന്നെ അവരുടെ അടുത്ത് നമ്മളതൊന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യാനുള്ള സാമർഥ്യം അവർക്ക് ഉണ്ടായിരിക്കും, സമ്പത്ത് കണ്ടെത്താനുള്ള സാമർഥ്യം ഉണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ, അതായത് സ്വയം ചക്രവർത്തി സ്ഥാനത്തേക്ക് എത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ രാജപദവിയിലേക്ക് എത്തുന്ന ആൾക്കാർ പണ്ടത്തെ കാലത്ത് അവരൊന്നുമില്ലായ്മയിൽ നിന്നായിരിക്കും. പക്ഷേ അവർ നമ്മൾ പറയും കഠിന പ്രയത്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഠിനമായിട്ട് ശരീരം കൊണ്ട് പ്രയത്നിച്ചെന്നോ അല്ലെങ്കിൽ 18 മണിക്കൂർ ഒരു ദിവസം പ്രയത്നിച്ചു എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ കഠിന പ്രയത്നിക്കേണ്ട സ്ഥലത്ത് വേണ്ട വിധത്തിൽ പ്രയത്നിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അവർ വെറുതെ ഇരുന്നു കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ആ വെറുതെ ഇരുന്നു കൊണ്ട് അവർ പറയുന്ന വാക്കുകളായിരിക്കും അവർക്ക് പ്രവൃത്തിയായിട്ട് മാറുന്നത്. അല്ലാതെ ശാരീരിക അധ്വാനം, ഉറക്കമില്ലായ്മ ഇതൊക്കെയാണ് പ്രവൃത്തി എന്ന് നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ ഇതാണ് ഈ ദാക്ഷ്യം എന്ന് പറയുന്നത്. ദാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമർഥ്യം എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം. അപ്പോൾ സാമർഥ്യമുള്ള ഒരാളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തും സാധ്യമാകുന്നു. ഇപ്പം ഒരു യജ്ഞം നടത്തുക, ഇപ്പം ഇവിടെ നമുക്ക് കാണാമല്ലോ, ഒരു യജ്ഞം നടത്തുക എന്ന് പറഞ്ഞ് ചിലരുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അയ്യോ ഞങ്ങളിങ്ങനെ നടത്തുമെന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് വന്നാൽ മതി, 10,000 രൂപ ചിലവിൽ നമുക്ക് ഒരെണ്ണം നടത്താമെന്ന് പറഞ്ഞാൽ അതുപോലും സഹിക്കാൻ പറ്റാത്ത, അയ്യോ ഇത് അവർക്ക് ടെൻഷനായിരിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ളത്. മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില യജ്ഞങ്ങളൊക്കെ കാണുമല്ലോ, ഈ അതിരാത്രം എന്നൊക്കെ പറഞ്ഞു. ഇത് ആരുടെയെങ്കിലും 1-2 പേര് തുടങ്ങുന്നതാണ്, അല്ലാതെ ഒരുപാട് ആൾക്കാർ തുടങ്ങുന്നില്ല. 2 പേരിരുന്ന് ആലോചിച്ച ശേഷം നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ അതിൽ ചേർക്കുന്നു. അപ്പോൾ അങ്ങനെ ചേർക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ പോയിട്ട് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പേരും ചേർത്തോ എന്ന് പറയുന്ന പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ ദാക്ഷ്യം എന്ന് പറയുന്ന സാമർഥ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്കത് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഉണ്ടത് ദാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആർക്കാണ് ഈ ദാക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ക്ഷത്രിയന് ദാക്ഷ്യം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷത്രിയന് ദാക്ഷ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭരണ സാമർഥ്യമാണ്.
ദാക്ഷ്യം ദക്ഷസ്യ ഭാവഃ സഹസാ പ്രത്യുത്പന്നേഷു കാര്യേഷു അവ്യാമോഹേന പ്രവൃത്തി. വ്യാമോഹം, അതാണ് അവ്യാമോഹേന, വ്യാമോഹമില്ലാതെ, അത് മോഹമില്ലാതെ പ്രവർത്തിക്കണം. അതെങ്ങനെയുള്ളതാണ്? പ്രത്യുത്പന്നേഷു കാര്യേഷു സഹസാ, പെട്ടെന്നുണ്ടാകുന്ന കാര്യങ്ങളിൽ ഉടനെ വേണ്ട വിധത്തിൽ വ്യാമോഹം കൂടാതെ, അറിവില്ലായ്മ കൂടാതെ, മതിഭ്രമം കൂടാതെ പ്രവർത്തിക്കാനുള്ള ശേഷി. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ്. എന്താണ് പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ലക്ഷണം. സഹസാ പ്രത്യുത്പന്നേഷു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതിൻ്റെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അത്യാഹിതം എപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഉടനെ പ്രവർത്തിക്കാൻ യോഗ്യരാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നമ്മൾ ഇരിക്കുന്നു, പക്ഷെ അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞല്ല അവരോടനെ ആ കാര്യം കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ചു എന്നുള്ളതല്ല, പകരം അവർക്ക് അതിൻ്റെ ആ സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് ഏറ്റവും നല്ല ഉപായം എന്താണെന്ന് തെളിഞ്ഞു വരുന്നു എന്നുള്ളത്. അതും പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംസ്ഥാനത്തിൻ്റെ കാര്യം നിർവഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൻ്റെ കാര്യം നിർവഹിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു യൂണിറ്റിൻ്റെ കാര്യം നിർവഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇത് കയ്യിൽ നല്ലോണം ഉണ്ടാവണം. ഏതാണ് ദാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സഹസാ, പെട്ടെന്ന് തന്നെ, പ്രത്യുത്പന്നേഷു, അതായത് വരുന്നതായിട്ടുള്ള, അതായത് ഏതെങ്കിലും തരത്തിലൊരു കലാമിറ്റി ആവട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്ക് ആവട്ടെ, പലതരത്തിൽ എന്തൊക്കെയോ ഉണ്ടാവാം, എന്ത് വേണേലും സംഭവിക്കാമെന്നുള്ളതാണ്. ഭൂമി കുലുക്കം വരാം, എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞിട്ട് ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ ഇവരാണെങ്കിൽ, അപ്പോൾ അതാണ് അവർ ഉടൻ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് നമ്മൾ കാണാമല്ലോ. അങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ വേണം ആ സ്ഥാനത്ത് ഇരുത്താൻ എന്നുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതിനാണ് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നമ്മൾ അവരെ ആ സ്ഥാനത്തിരുത്തുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥ അങ്ങനെയാണ് ഇരിക്കുന്നത്. സഹസ. പിന്നെ സാമർഥ്യമില്ലാത്തവർ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതം ബാക്കിയുള്ളവർ അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ സാമർഥ്യം ഉള്ളവരെ ആയിരിക്കണം ഇവിടേക്ക് ഇരുത്താൻ. സാമർഥ്യമില്ലാത്തവരെ പല കാരണങ്ങൾ കൊണ്ട് ഇരുത്തി കഴിയുമ്പോൾ അതിൻ്റെ ദുരിതം അനുഭവിക്കും. അപ്പം ദുരിതം അനുഭവിക്കാൻ നിങ്ങൾ അനുഭവിച്ചോ, ഇത് നിങ്ങളുടെ പ്രാരബ്ധമാണെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുറച്ച് അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കാനുള്ള പാപവും കൊണ്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഇരുന്ന് അനുഭവിക്കുകയേ നിവർത്തിയുള്ളൂ. അതുകൊണ്ടല്ലോ എന്താണ് ഈ സൂയിസൈഡൽ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ മാതിരി, അറിയാം ചാവാനാണ് പോകുന്നതെന്നറിയാം, എന്നാലും അതിലേക്ക് പോയി വീഴുന്ന ആൾക്കാർ. അപ്പോൾ അത് കമാൻഡ് അങ്ങനെയാണ് കിട്ടിയത്, ഗോ ആൻഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. വിവരമില്ലാത്തവൻ്റെ ഓർഡറാണത്. അത് ഈ വിഡ്രോ ചെയ്യാനുള്ള ഓർഡർ കൊടുക്കേണ്ടതിന് ഒരു അറ്റാക്ക് എന്ന് പറയുന്ന ഓർഡർ കൊടുക്കുക. കാരണം ഇയാളുടെ ഈ വ്യാമോഹം ഇതുണ്ടല്ലോ, അവ്യാമോഹേന എന്നുള്ളിടത്ത് ഇയാളുടെ വ്യാമോഹം എന്ന് പറയുന്നത് അയാളുടെ അറിവില്ലായ്മ കൊണ്ട് അയാൾ വിചാരിച്ചു ഈസി ആയിട്ട് ജയിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ട്രൂപ്പിനെ അങ്ങോട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ ഇയാളും കൂട്ടത്തിൽ പോയി കഴിഞ്ഞപ്പോഴെന്താണ് അവിടെ ഇരിക്കുന്നത് മുഴുവൻ അവർ വിചാരിച്ച് കളിത്തോക്കാന്ന് വിചാരിച്ചു. കളിത്തോക്കല്ല, അപ്പോൾ തീർന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ ദാക്ഷ്യമില്ലായ്മയുടെ കുഴപ്പം. അപ്പം സഹസ പ്രത്യുത്പന്നേഷു. സഹസ എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരിക്കണം, ഉടനടിയാകെ എന്നൊക്കെ പറയില്ല, ഞൊടിയിട കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിക്കാനുള്ള ശേഷി. ഇതൊക്കെയാണ് പ്രത്യുത്പന്നേഷു, പെട്ടെന്ന് വരുന്ന. അതാണ് സഹസ പ്രത്യുത്പന്നേഷു. അപ്പോൾ ഉത്പന്നേഷു പ്രത്യുത്പന്നേഷു, ഉത്പന്നം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യേഷു അവ്യാമോഹേന പ്രവൃത്തി, യാതൊരു മോഹം കൂടാതെ തെറ്റും കൂടാതെ. വ്യാമോഹത്തിൻ്റെ അർത്ഥം വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് വരുത്താതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേ ദാക്ഷ്യം എന്ന് പറയുന്ന, ദക്ഷത്വം എന്ന് പറയുന്നത് ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ളവരെ ഈ ഭരണത്തിൽ ഇരിക്കാവുന്ന. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ ഭരണം എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാർഡിൻ്റെ തലത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തലത്തിലാണെങ്കിൽ ശരി, ആ സ്ഥാനത്തിരിക്കുന്നവർ ആ സ്ഥാനത്തിനെ അതിക്രമിച്ചുകൊണ്ട് അവർ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷി കാണിക്കണം. പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടിയ ആളിനെ കിട്ടിയെന്ന് വരത്തില്ലാത്തവരുമ്പോൾ നമുക്കുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് നമ്മൾ കാര്യം നടത്തണം. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നുകൊണ്ട് എന്താണ് ഹെഡ്ലെസ് ആയിട്ടൊരു യൂണിറ്റ് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ളവരെ വെച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും യോഗ്യതയുള്ള ആൾ വരും. യോഗ്യതയുള്ള ആൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ കാര്യങ്ങളങ്ങ് മാറും.
അതിപ്പം രാജ്യത്തിൻ്റെ ഭരണമാണെങ്കിലും ശരി, അത് തന്നെ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭരണമാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. സഹസാ പ്രത്യുൻപന്നേഷു കാര്യേഷു അവ്യാമോഹേന പ്രവൃത്തി. ഇനി എന്താണ്? യുദ്ധേ ചാപ്യ പലായനം. ഈ ഒരു പ്രയോഗം ഇത് ഒരുപാട് തെറ്റിദ്ധാരണയും കൂടെ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. യുദ്ധേ, യുദ്ധത്തിൽ, ച അപി, അപലായനം, പിന്തിരിയാതിരിക്കൽ. പലായനം ചെയ്യാന്ന് പറഞ്ഞാൽ ഓടുക, അപലായനം ഓടാതിരിക്കൽ എന്ന്. അപ്പോൾ യുദ്ധക്കളത്തിൽ നിന്ന് ഓടാതിരിക്കൽ, അതാണ് ഇത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. യുദ്ധക്കളത്തിൽ നിന്ന് ഓടാതിരിക്കൽ ക്ഷത്രിയൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ അതിന് ഈ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വീരചരമം പ്രാപിക്കുക. ഏതായാലും ജയിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീരചരമം പ്രാപിക്കൽ. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ജയിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് വീരചരമം പ്രാപിക്കൽ എന്നുള്ളതല്ല. യുദ്ധേ ചാപ്യ പലായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതിനെ സന്ദർഭം അറിഞ്ഞിട്ട്, ബലാബലം അറിഞ്ഞ്, ഇങ്ങനെയൊക്കെ വേണം. അതിനൊക്കെ തന്ത്രങ്ങളുണ്ട്. അതായത് അതുകൊണ്ട് ആ തന്ത്രങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ അവിടെ പോയിട്ട് ധാർഷ്ട്യം കാണിക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ധാർഷ്ട്യത്തിൻ്റെ ലക്ഷണമാണ് അതാണ് ഈ ഞാൻ പിന്തിരിയത്തില്ല, അതുകൊണ്ട് എന്താ എന്നെ വെട്ടിക്കൊന്നു എന്നാലും ഞാൻ പിന്തിരിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആൾക്കാരുണ്ടല്ല. അങ്ങനെയുള്ള ആൾക്കാർ അല്ല ഇവിടുത്തെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വേണ്ട വിധത്തിൽ പഠിക്കാത്തത് കാരണം തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരുപാട് ജീവൻ പൊരിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു പ്രയോഗം കാരണം. നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ഭഗവത്ഗീതയൊക്കെ കൊണ്ടു നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഭഗവത്ഗീതയുടെ സാരം എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അല്ലാതെയും ഈ നമ്മുടെ നാട്ടുനടപ്പിൽ ഒരുപാട് ധീരവീര ശൂരപരാക്രമികളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ചാവാൻ ഒരു മടിയുമില്ല. ഈ കഥകളൊക്കെ പറഞ്ഞ ആൾക്കാരെ പിരികേറ്റി വിടുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ അവരുടെ ജീവിതം പോയി കിട്ടുമെന്നുള്ളതല്ലാണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് യുദ്ധേ ചാപ്യ പലായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് സ്വജനങ്ങളെ കുരുതിക്ക് കൊടുത്തുകൊണ്ട് അവനവൻ്റെ തല രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടുക എന്നുള്ളത് ചെയ്യാതിരിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ സ്വജനങ്ങളെ രക്ഷിക്കുന്നതിനകത്താണ് മുഖ്യത്വം കൊടുക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതായത് ഇപ്പോൾ ഇപ്പം 2 or 3 പേര് ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ക്ഷത്രിയരുന്നു. അപ്പോൾ അവർക്കെതിരെ അറ്റാക്ക് വരുന്ന സമയത്ത് അതിനകത്ത് ഒരാൾ മുന്നോട്ട് കയറിയിട്ട് അറ്റാക്ക് ചെയ്യുമ്പം പിന്നെ നിൽക്കുന്ന 2 പേരും കൂടെ ഇത് നമ്മളെന്തിനാ വെറുതെ തല്ലുകൊള്ളാൻ നിൽക്കുന്നത്, നമുക്ക് ഓടിക്കളയാന്ന് പറഞ്ഞിട്ട് ഓടിയാൽ അതാണ് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഓടുകയാണെന്നുണ്ടെങ്കിൽ ആ മൂന്നാമനെയും കൂടെ കൂട്ടിക്കൊണ്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ദോഷമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തനെ കുരുതിക്ക് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ മാറുന്നത് അത് കൊള്ളത്തില്ല. പകരം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ്. 3 പേരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ക്രമേണ ഇത് രക്ഷപ്പെടാനുള്ള പഴുത് 3 പേർക്കും കൂടെ രക്ഷപ്പെടാനുള്ള പഴുത് നോക്കിയിട്ട് രക്ഷപ്പെടുക. മത്സരിച്ച് ജയിക്കാൻ സാധ്യമാകുന്നില്ല പക്ഷം. ഇതൊക്കെയാണ് ഇവിടുത്തെ അതായത് ദാക്ഷ്യം എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ. അപ്പോൾ ദാക്ഷ്യവുമായിട്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വേണം ഇതൊക്കെ നിൽക്കാൻ. ഇത് മാത്രമല്ല ശൗര്യം, തേജസ്, ധൃതിർ, ദാക്ഷി ഇതെല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ നിൽക്കുന്നതാണ് യുദ്ധേ ചാപ്യ പലായനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മാത്രമായിട്ട് എടുത്തിട്ട് ഒരു വീരഗുണമായിട്ട് പറയാൻ പാടില്ല. ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മാത്രമാണ് ഇത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കത്തുള്ളൂ. പിന്നെ ദാനം ഈശ്വരഭാവശ്ച, പിന്നെ ചെയ്യേണ്ടത് ദാനം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ദാനം ക്ഷത്രിയൻ്റെ ഒരു ക്ഷത്രകർമ്മമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താ ശൗര്യം. ഈ ശൗര്യത്തിനകത്ത് എന്താ കർമ്മമുള്ളത്? അതങ്ങനെയാണ്. അപ്പോൾ എന്താണ് ശൗര്യം എന്ന് പറഞ്ഞാൽ ആ ശൂരത നിർത്തത്തക്ക തരത്തിൽ അതിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവിടെ ശൗര്യം. അപ്പോൾ ഇതിനാണ് നമ്മൾ നിത്യാഭ്യാസം എടുത്തുകൊണ്ടിരിക്കണം. ശൂരത നിർത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെയപ്പോൾ നമുക്ക് ശൂരത നിർത്താൻ പറ്റുന്നത്? നമ്മുടെ ബലത്തിൽ, നമുക്ക് ശാരീരിക ബലത്തിലാണെങ്കിലും മാനസിക ബലത്തിലാണെങ്കിലും ആ ബലത്തെ എപ്പോഴും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ശൂരത എന്ന് പറയുന്നുണ്ടാകത്തുള്ളൂ. ഞാൻ ബലഹീനനാണെന്ന് എപ്പോഴും ഒരുവൻ തിരിച്ചറിയുന്നുവോ, കൈകൾ ഉയർത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കൈകൾക്ക് സ്പീഡ് കുറവാണ്, വാൾ വീശുമ്പോൾ സ്പീഡ് കുറവാണ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് അറിയുന്നു അയാൾ ബലം പോയവനാണെന്ന് അറിയുന്നു. അപ്പം ബലഹീനനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശൗര്യമില്ല.
അപ്പോൾ ശൂരത എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനവൻ്റെ ബലത്തിൽ പൂർണ്ണമായ തൃപ്തി ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ശൗര്യം ഉണ്ടാവത്തുള്ളൂ. ഇത് എല്ലാവർക്കും എല്ലാ വിഷയത്തിലും ബാധകമാണ്. നമുക്ക് എന്താണ് നേരെ നിന്ന് നമുക്ക് 4 വർത്തമാനം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബലം ഉണ്ടായിരിക്കണം എന്നുള്ള ശൗര്യം. അതാണ് ശൗര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഉടൻ തന്നെ ശൗര്യം എന്ന് പറഞ്ഞിട്ട് ഉടനെ ആൾക്കാരോട് തട്ടിക്കയറൽ എന്നുള്ള അർത്ഥമല്ല. ശൗര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ബലത്തിൽ അവനവന് നല്ല ബോധം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബലം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ജ്ഞാനബലം, കർമ്മബലം, ജ്ഞാനബലം, ബന്ധുബലം, ധനബലം, പിന്നെ സ്ഥാനബലം, പിന്നെ ഈശ്വരബലം. അതാണല്ലോ ഈശ്വരബലം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ള ബലങ്ങളെല്ലാം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈശ്വരബലം വേണം. അപ്പോൾ ഇതെല്ലാം ദാനം. പിന്നുള്ളത് എന്താ? ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയൻ ദാനം ചെയ്യണമെന്നുള്ള ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ഹിംസ ഒരുപാട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഹിംസ ഒരുപാട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷത്ര യുദ്ധേ ചാപ്യ പലായനം എന്ന് പറയുമ്പോൾ അതേമാതിരി ശത്രു നിഗ്രഹമുണ്ട്. ക്ഷത്രിയൻ്റെ ധർമ്മമായിട്ടാണല്ലോ കിടക്കുന്നത് ശത്രു നിഗ്രഹം. ഈ ശത്രു നിഗ്രഹം എന്ന് പറയുന്നത് പലതരത്തിൽ ഹിംസ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ശാരീരികമായ പീഡനം കൊടുക്കുമ്പോഴും അതിനകത്തൊരു ഹിംസ വന്നു. ഒരാളെ പിടിച്ച് തടവിലിടുമ്പോഴിടുന്നു. അതേമാതിരി ചിലരുടെ സ്ഥാനഭ്രംശം അവർക്ക് നടത്തി കഴിയുമ്പോൾ അതൊരു ഹിംസ തന്നെയാണ്. കാരണം അവിടെ ഒരു ശത്രുവാണ് ഉണ്ടാകുന്നത്. ഒരാളെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് പ്രായം കൊണ്ടോ അല്ലെങ്കിൽ കാരണങ്ങൾ കൊണ്ടോ സ്ഥാനത്ത് നിന്ന് പോകുന്നത്. അതല്ലാതെ ഇപ്പം അനിഷ്ടം കൊണ്ട്, ഇപ്പം രാജാവാകുമ്പോൾ അനിഷ്ടം മുഖ്യമായിട്ടുള്ള വിഷയമാണ്. അനിഷ്ടങ്ങൾക്ക്. അപ്പം ഈ ഒരു വാർത്ത കേട്ടു, വാർത്തയ്ക്കനുസരിച്ച് ഒരാളെ സ്ഥാനത്തു നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ രാജ്യത്തിൽ നിന്നും പുറത്താക്കി, ഇങ്ങനെയൊക്കെ വരാം. അതല്ല എന്നുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ നിരോധനം കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തി അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് ചിലപ്പം പ്രവർത്തിച്ചെന്ന് വരും. ഒന്ന് നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്കിരിക്കും. ഇനി ഇയാളുടെ മനസ്സിൽ ഒരു ദുഷ്ടത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു നിത്യശത്രുവിനെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ തക്കം കിട്ടുമ്പോൾ അത് ഏറ്റവും വലിയ അപകടകാരിയായിട്ട് ഇയാൾ മാറുമെന്നുള്ളത്. മറ്റുള്ളവരുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടൊക്കെ ഇയാൾക്കെതിരായിട്ട്, രാജാവിനെതിരായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഹിംസയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും, അതായത് ചുരുക്കത്തിൽ ഇഹലോകത്തിലും പരലോകത്തിലേക്ക് പോകുമ്പോൾ പോലും ഈ ഹിംസ നമ്മളെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇവിടെയും പാപാനുഭവങ്ങൾ ഉണ്ടാകുന്നു, പരലോകത്തിലും പാപാനുഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ. അപ്പോൾ ഈ പരിഹാരത്തിനുള്ള ഒന്ന് എന്ന് പറയുന്നത് ദാനമാണ്. ദാനത്താൽ പാപശാന്തി ഉണ്ടാകുന്നു. അപ്പം ദാനം മാത്രമല്ല, ദാനത്തിനോടൊപ്പം മറ്റുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ദാനമാണ്. ഇത് മാത്രമല്ല, ഈ ദാനം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഈ ഗോദാനം, ഭൂദാനം, സുവർണദാനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ, അത് യജ്ഞങ്ങൾ നടത്തിയിട്ട് യജ്ഞങ്ങളിലൂടെ ദാനം ചെയ്യുമെന്ന് പറയുന്നത് ക്ഷത്രിയരെ പൊതുവെ ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് കാണാം, രാജസൂയം നടത്തി, പിന്നെ അശ്വമേധം നടത്തി, ഇങ്ങനെയൊക്കെ കാണാമല്ലോ. ചക്രവർത്തിമാരാണെങ്കിലും ഒക്കെ ധാരാളം യജ്ഞങ്ങൾ ഇങ്ങനെ ചെയ്യും. യജ്ഞങ്ങളിൽ ദാനം മുഖ്യമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതിലൂടെ ദാനം ചെയ്തിട്ട് അത് അങ്ങനെ സമ്പാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം ജനങ്ങളിലേക്ക് ദാനമായിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളത്. ജനങ്ങളിലേക്ക് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്നദാനമുണ്ട്, വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണമുണ്ട്, വരുന്നവർക്ക് മുഴുവനും പല കാര്യങ്ങളിൽ കൂടെ അവർക്കിതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ബ്രാഹ്മണർക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത്. അല്ലെങ്കിൽ ബ്രാഹ്മണരെന്ന് പറയുന്ന ഒരു ചെറിയ സമൂഹം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള സകല ആൾക്കാർക്കും ഇതിനകത്ത് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ദാനം. പിന്നെ അവർക്കൊക്കെ ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് അത് ഒരു തരത്തിലും വസ്ത്രങ്ങൾ, വരുന്നവർക്കെല്ലാം വസ്ത്രം കൊടുക്കുന്നു, അല്ലെങ്കിൽ വരുന്നവർക്കെല്ലാം അതിനകത്ത് പണക്കിഴി കൊടുത്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ അവർക്ക് വഴിച്ചെലവിന് പോലെ. ഇന്നും ചില ആശ്രമങ്ങളിൽ അങ്ങനത്തെ ഒരു വ്യവസ്ഥയുണ്ട്. ഈ ആശ്രമങ്ങളുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇപ്പോൾ ഈ സഞ്ചാരികളായിട്ടുള്ള സാധുക്കളെന്ന് പറഞ്ഞാൽ സന്യാസിമാർ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാർ ഇങ്ങനെയൊക്കെയുള്ളവർ ജനറലായിട്ട് കാവ്യ വസ്ത്രമോ അല്ലെങ്കിൽ മഞ്ഞ വസ്ത്രമോ അല്ലെങ്കിൽ വെള്ള വസ്ത്രമോ ഇങ്ങനെയൊക്കെ, അല്ലാതെ ഒരു ഗൃഹസ്ഥൻ എന്നുള്ള രീതിയിലല്ലാതെ ആധ്യാത്മികമായിട്ട് പോകുന്നൊരു വ്യക്തിയാണെന്ന് അറിയാവുന്ന തരത്തിൽ ലക്ഷണങ്ങളൊക്കെ ബാഹ്യലക്ഷണത്തോടു കൂടിയിട്ട് ഒരാളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് 1-2 ദിവസം അവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കുന്നു. ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ അവർ പോകുന്ന സമയത്ത് അവർക്കൊരു ദക്ഷിണയും കൊടുത്തു വിടുന്നു. അങ്ങനത്തെ അതൊരു ദാനമാണ് കൊടുക്കുന്നത്.
അപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് അന്ന് കാലത്ത് കൊടുത്തിരുന്നു. ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് സ്റ്റാൻഡേർഡൊക്കെ കയ്യിലിരിക്കുന്ന സമ്പത്ത് വളർന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ രൂപയുടെ മൂല്യം കുറഞ്ഞതിനനുസരിച്ചിട്ട് അന്ന് 100 കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 500 കൊടുത്തുവിടുന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇന്നും അത് അങ്ങനെ പാലിക്കുന്ന ആശ്രമങ്ങളിൽ ഒരാശ്രമം എനിക്കറിയാവുന്നത് ഈ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമം ഒരാശ്രമമുണ്ട്. അവിടെ എപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ കേരളത്തിൽ അങ്ങനെ കൊടുക്കുന്ന ആശ്രമങ്ങൾ എവിടെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയുള്ള പല ആശ്രമങ്ങളെന്നുള്ള പേരേ ഉണ്ടാകത്തുള്ളൂ. ഈ മാതിരിയുള്ള കാര്യങ്ങളിലാണെങ്കിൽ തന്നേക്കെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും അവരുണ്ടാകുന്നത്. അല്ലാതെ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടോ എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല. ഉണ്ടാവുമായിരിക്കും, നമ്മൾ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ദാനം എന്ന് പറയുന്നത്. അപ്പം ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷത്രിയ തന്നെ ആവണമെന്നില്ല, ആർക്ക് വേണേലും കൊടുക്കാവുന്ന ഒന്നാണ് ദാനം. ഈ പാപശാന്തി അവിടെ ഉണ്ടാകുന്നു. ഹിംസ ചെയ്തവർക്കാണ് ദാനം, അവർക്കൊക്കെയാണ് ആവശ്യമുള്ളത്. അല്ലാതെ ഭക്തന് ദാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനുണ്ട്, ഭഗവാൻ കൊടുത്താൽ മതി. എന്തിനാ നാട്ടുകളിലെ ഭഗവാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ സർവർക്കും കൊടുത്തതിന് തുല്യമാകുന്നു. അത് ഭഗവാനാണ് കൊടുക്കേണ്ടത്, എങ്കിൽ പിന്നെ എല്ലാവർക്കും കൊടുത്തതിന് തുല്യമായി. ഇതറിയാവുന്നതാണ് ഭക്തൻ. അതുകൊണ്ട് ഭക്തന് ഈ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്ഷത്രിയൻ ചെയ്യട്ടെ. ദാനം ഈശ്വരഭാവശ്ച. പിന്നത്തേതാണ് ഈശ്വരഭാവം എന്നാണ് പറഞ്ഞത്. അപ്പം ക്ഷത്രിയന് വേണ്ടുന്ന ഒന്നാണ് ഈശ്വരഭാവം. എന്താണ് ഈശ്വരഭാവം? മറ്റുള്ളവരെ ഭരിക്കാനുള്ള സാമർഥ്യം. അതായത് നമ്മൾ പറയത്തില്ലേ കമാൻഡിങ് പവർ എന്ന് പറയത്തില്ലേ, അതാണിത് ഈശ്വരഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എങ്കിൽ മാത്രമേ സമൂഹത്തിന് നാഥനായിട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ക്ഷത്രിയൻ എന്ന് പറയുന്നത്. അപ്പം നാഥനില്ലാ കളരി എന്നൊരു ഒരു പേര് തന്നെ ഉണ്ടായില്ല. അപ്പോൾ ആ നാഥനില്ലാ കളരി ആയി സമൂഹം മാറരുത്. സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആരാധ്യ പുരുഷനാണ് രാജാവ് എന്നുള്ളതല്ല, പകരം സമൂഹത്തിലുള്ള സകല ആൾക്കാരെയും ശാസനിച്ച് നിർത്തുന്നവനാണ് രാജാവ്. ആരാധ്യ പുരുഷൻ ആര് വേണേലും ആവാം, പക്ഷേ ശാസിച്ച് നിർത്തുന്നവൻ്റെ കയ്യിലാണ് രാജ്യം നിൽക്കത്തുള്ളൂ. അപ്പം നമ്മളെ ബഹുമാനിച്ചിട്ട്, നമ്മളെല്ലാവരെയും കൂടെ ബഹുമാനിച്ചിട്ട് ഒരാളെ വലിയ ആളാക്കി എന്ന് പറഞ്ഞിട്ട് അവർക്ക് സാമർഥ്യമൊന്നും ഉണ്ടാവണമെന്നില്ല. അവരെ നമ്മൾ ബഹുമാനിച്ച് നിർത്തുന്നവരെ പല കാരണങ്ങൾ കൊണ്ടും ബഹുമാനിച്ച് നിർത്തുമെന്നുള്ളത്. അവർ കാണിക്കുന്ന ചില എന്തെങ്കിലുമൊക്കെ അവർ കാണിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇദ്ദേഹം വരുമ്പോൾ ഉടൻ തന്നെ പോകുന്നു. വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ പാട്ടും ഡാൻസും കൂടെ ഉണ്ടെങ്കിൽ ഇവരും പാട്ടും ഡാൻസും ഒക്കെ കൂട്ടത്തിൽ ചെയ്യുന്നു. ചില നമ്മൾ ഈ വെസ്റ്റേൺ മ്യൂസിക് ബാൻഡുകളുടെ ഒക്കെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആൾക്കാർ അലറി ബഹളം വെക്കുന്നതും പിന്നെ ഈ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുന്നതും ഇങ്ങനെയൊക്കെയുള്ള പല രംഗങ്ങളുമൊക്കെ ഇതിനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ മാതിരി ആൾക്കാർക്ക് അതൊരു എന്താണ് ഈ ഭ്രാന്ത് പിടിച്ച പോലത്തെ ഒരു ആരാധനയുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ആരാധനയല്ല ഈശ്വരഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈശ്വരഭാവം എന്ന് പറഞ്ഞാൽ നമ്മളെ ആരാധിക്കാൻ മറ്റുള്ളവർ നിൽക്കുക എന്നുള്ളതല്ല, പകരം ഓർഡർ സമൂഹത്തിന് വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരെയും ശാസിച്ച് വരുതിക്ക് നിർത്താനുള്ള, അവരെ കൊണ്ട് അവർ ധർമ്മത്തെ അതിക്രമിച്ച് പോകാതെ അവരെ പ്രവൃത്തിയിൽ നിർത്താനുള്ള ശേഷിയാണ്. ഇത് വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണ്. ഈശ്വരഭാവശ്ച. അപ്പം ക്ഷത്രിയന് ഇതുണ്ടായിരിക്കണം. ഭരണാധികാരിയാണ് ഉദ്ദേശിച്ചത്. ഈശ്വരഭാവശ്ച ക്ഷത്രകർമ്മ സ്വഭാവജം. ഇപ്പോൾ ഇതൊക്കെയാണ് ക്ഷത്രകർമ്മ. ക്ഷത്രിയൻ്റെ കർമ്മം. സ്വഭാവജം, സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നിന്ന് ജനിച്ചിട്ടുണ്ട്. കൃഷി ഗോ രക്ഷവാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഇപ്പം വൈശ്യനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ കൃഷി ഗൗരക്ഷ വാണിജ്യം, അവിടെ കൃത്യമായിട്ട് നമ്മളിപ്പം കാണാം ചെയ്യേണ്ട പ്രവൃത്തിയെക്കുറിച്ച് കാണാം. അപ്പോൾ മറ്റവരുടെ രണ്ടുപേരുടെയും കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും അവിടെ ശൗര്യം, തേജസ്, ക്ഷമ തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതെല്ലാം കർമ്മമായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ ഗുണമായിട്ടല്ല പറഞ്ഞത്, എല്ലാം കർമ്മമായിട്ട് പറഞ്ഞു. പക്ഷെ വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും കാര്യം വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഗുണത്തെക്കുറിച്ചല്ല പറയുന്നത്, ആ ഗുണത്തെ കർമ്മമായിട്ടല്ല പറയുന്നത്, പകരം അവിടെ നമുക്ക് കാണാവുന്ന കർമ്മമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ കാണുന്ന കർമ്മം ഏതാ? നമ്മൾ കർമ്മം ഇപ്പോൾ
ഒരു രാഷ്ട്രീയക്കാരൻ്റെ എന്താ തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ ആയിട്ട് രാഷ്ട്രീയം തൊഴിലെന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതല്ല ബ്രാഹ്മണൻ്റെ തൊഴിലെന്തെന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ്റെ തൊഴിൽ ഇപ്പോൾ എന്താ എഴുതി കൊടുക്കുക എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തപസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെന്താ ചെയ്യാം? തൊഴിലെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഞാൻ എന്താണ് LDC എന്നോ അല്ലെങ്കിൽ UDC എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് മറ്റൊന്നും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ് പ്രവൃത്തിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ബ്രാഹ്മണനും ക്ഷത്രിയനും എന്ന് പറയുന്നതിനേക്കാൾ അവർക്കവിടെ അതിൻ്റെ ഗുണമെല്ലാം കർമ്മമായിട്ട് കാണിച്ചെന്നുണ്ടെങ്കിലും നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമുക്കാലും ആൾക്കാരും അവരുടെ പ്രവൃത്തി എന്ന് പറയാൻ ഇതാണുള്ളത്. ഏതാണ്? കൃഷി, ഗൗരക്ഷ്യ, വാണിജ്യം. വാണിജ്യം എന്ന് പറയുന്നത് ഒരു കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഗൗരക്ഷ്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗൗരക്ഷ്യത്തിൻ്റെ കൂട്ടത്തിൽ ഗോരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കോണമി അത് ഒരു കാലത്ത് സമ്പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് എന്ന് പറയുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലും ഇത് ഈ മൃഗങ്ങളെല്ലാം അതിനകത്ത് പെട്ടു. ഗോരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൃഗങ്ങളുടെ ഇന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഈ അന്ന് പണ്ട് കാലത്ത് കോഴി വളർത്തലും ആട് വളർത്തലും എന്നൊക്കെ പറയുന്നത് അങ്ങനത്തുള്ളതിനൊന്നും അല്ല അതിന് പ്രാധാന്യം. പശു ആയിരുന്നു. ആട്, പശു ഇതെല്ലാം ഒരു വിഭാഗത്തിൽ തന്നെ വിടുന്നു. ഇന്നെല്ലാം ഉണ്ട്. അപ്പം ഗോരക്ഷ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ രക്ഷയാണ് അതിനകത്തുള്ളത്. അതൊരു മുഖ്യമായിട്ടുള്ളതാണ്. കാരണം ഈ കൃഷിയും ഗോരക്ഷയും കൂടെയാണ് സമൂഹത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മാറ്റി നോക്കിയിട്ട് ഇനി ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുക? ഇത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭക്ഷണമില്ല, തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഗോരക്ഷ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് ഈ മൃഗങ്ങൾ ഭക്ഷണം അല്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മനുഷ്യരുടെ ഭക്ഷണം ആയിരുന്നു എന്നുണ്ടെങ്കിലും പക്ഷേ ഇതിനകത്ത് മുഖ്യമായിട്ടല്ലാതിരുന്ന ഒരു കാലഘട്ടം. അതിന് പ്രാധാന്യമൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നമാണ് ഉദ്ദേശിക്കുന്നത്. അന്നം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അന്നമാണ് ഭക്ഷണമായിട്ട് പറയുന്നത്. അല്ലാതെ ഉടൻ തന്നെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പശുക്കൾ ഇത്ര ഭക്ഷണം, കാളകൾ ഇത്ര ഭക്ഷണം, എരുമകൾ ഇത്ര ഭക്ഷണം, പിന്നെ ആട് ഇത്ര, ഇങ്ങനെയല്ലായിരുന്നു. അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആട് 5 കിലോ ആട്, അന്നം വേണ്ടവന് 5 കിലോ ആട്, ഇങ്ങനെയല്ലായിരുന്നു. അതൊക്കെ ഇപ്പം അങ്ങനെ മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആടാണോ പോത്താണോ കോഴിയാണോ ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ കല്ലുമ്മേക്കായ എന്ന് പറഞ്ഞാൽ കക്ക, അതാണ് കക്കയുടെ ഒരു പേരാണ് കല്ലുമ്മക്കായ. പിന്നെ തേള, പഴുതാര, ഇങ്ങനെ എന്ത് സകലസാധനങ്ങളുണ്ട്. കൃഷി ഇതാണ് ഈ കക്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പൊളിച്ചിട്ട് അങ്ങനെ തന്നെ കുടിക്കുന്ന ആൾക്കാർ. അന്നമാണ് ഇതൊക്കെയാണ് ഇവർ അന്നം എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരുപാട് മാറി. നമുക്കിത് ഈ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം കൂടുതൽ നമ്മൾ അന്നത്തെക്കുറിച്ചൊന്നും പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം പറയാം. ഈ അന്നത്തെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃഷിയും ഗോരക്ഷയും എന്ന് പറയുന്ന രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഭക്ഷണം മുഴുവനും നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ വിഭാഗങ്ങളായിട്ട് കൃഷി, ഗൗരക്ഷ, വാണിജ്യം. പിന്നെ മൂന്നാമത്തേതാണ് വാണിജ്യം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ ചുറ്റുപാട് ഇന്നത്തെ ആൾക്കാർ, കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് കേരളത്തിലെ ഉള്ള ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് വാണിജ്യമാണ്. അതല്ലാതെ വേറെ മിക്കവാറും എല്ലാവരും ഏതെങ്കിലും തരത്തിൽ കച്ചവടം ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്നു. അതാണ് വാണിജ്യം. വൈശ്യകർമ്മ സ്വഭാവജം. ഇതാണ് വൈശ്യകർമ്മ സ്വഭാവജം. പ്രകൃതിയിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള ആ ഒരു വൈശ്യകർമ്മ എന്ന് പറയുന്നത് ഇതൊക്കെയാകും. പിന്നെയോ പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ശൂദ്രന് സ്വഭാവജം, പ്രകൃതിയിൽ നിന്ന് ജനിച്ചതായിട്ടുള്ള കർമ്മം ഏതാണ്? പരിചര്യാത്മകം. അപ്പം പരിചര്യാത്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചരണം. ഇപ്പം നമ്മളുടനെ ട്രഡീഷണലായിട്ട് പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകലും മിറ്റം അടിക്കലും ഇതാണ് പരിചരണം എന്ന് പറഞ്ഞാൽ. അതല്ല പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആജ്ഞയ്ക്ക് വിധേയമായിട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് പരിചരണം എന്ന് പറയുന്നതാണ്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഏത് ജോലിക്ക് ആൾക്കാർ കയറിക്കഴിഞ്ഞാലും അത് ഈ ഒട്ടുമുക്കാലും ഈ പരിചര്യാത്മകം എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് പെടുന്നു. അവരത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, അതാണ് പരിചരണം. അല്ലാതെ പരിചര്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ടുള്ള പരിചരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്.
അത് ഏത് തരത്തിലുള്ള പ്രൊഫഷണലിസം ആയി കഴിഞ്ഞാലും അത് ഇതിനകത്ത് തന്നെ പെടുന്നു, അല്ലാതെ മാറത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റുള്ളവർക്ക് സർവീസ് സെക്ടർ, പണ്ടത്തെ കാലത്തെ സർവീസ് സെക്ടർ, ഇന്നതിനെ സർവീസ് സെക്ടർ എന്ന് പറയുന്ന വേറെന്തോ ഒരു വേറെ ഉണ്ടല്ലോ സർവീസ് സെക്ടറിന്, എന്തോ ഒരു വേറൊരു പേര് പറയും, ഈ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണ്, പരിചര്യാത്മകം കർമ്മം. അപ്പോൾ ഇത് ചെറിയ വാക്കായിട്ട് എടുക്കരുത്. കാരണം ഒരു സമൂഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, സമൂഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എപ്പോഴും ഈ ശൂദ്ര വിഭാഗത്തിലായിരിക്കും. അപ്പോൾ അവരെക്കുറിച്ചാണ് ഇവിടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത ദിവസം കാണാം.